കണ്ടച്ചവിടക്ക് കേട്ട് ഞാൻ പറയട്ടെ എന്ന് പറയണ ഒരു അവസ്ഥയ്ക്ക് എത്തിയിട്ടെങ്കില് കേൾക്കണ എന്താണ് ശ്രോതാക്കൾ പറയണ ഞങ്ങൾക്ക് കേൾക്കണില്ല, എന്റെ എടുത്ത് നിൽക്കുന്ന ആള് പറയണ മൂപ്പർക്ക് കേൾക്കണില്ല, ശ്രോതാക്കൾ പറയണ കേൾക്കുന്നുണ്ട്. ആയതായാലും പോട്ടെ, അതൊക്കെ ഉണ്ടാവും. ഹാലുമാറ്റാണ്. എന്തേങ്ങൾക്ക് ഈസാ നബിന്റെ സംഭവത്തെ കുറിച്ച് തൊടാനൊരു പേടി? എന്തേ പേടി പറഞ്ഞിട്ട്? എന്റെ ഒന്നാമത്തെ ചോദ്യം മറുപടി കിട്ടിയിട്ടില്ല. ഉൻദുർനാ റസൂലല്ലാഹ്, ഓ നബിയേ അങ്ങയുടെ പരിഗണനയും തിരുനോട്ടവും ഞങ്ങളിലേക്കുണ്ടാവണേ എന്ന് പറഞ്ഞാൽ, ഇന്ന് വെച്ചിരിക്കുന്ന ഒരാൾ പറഞ്ഞാൽ ശിർക്കാണോ? ശിർക്കാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. എങ്കിൽ പരിശുദ്ധ ഖുർആൻ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥമാണോ? തൊട്ടില്ല, നിങ്ങൾ തൊട്ടില്ല. യൗമൽ ഖിയാമയിൽ കയറി പിടിച്ചു, പെട്ടുപോയി, പിന്നെ ആളെ തൊട്ടില്ല. സംവാദം മുതലായി, ഒന്നും തൊടാല്ല. ഇപ്പൊ മക്കാമുച്ചിരിക്കുകളെ ബാണ്ടേറ്റ് നേരത്തെ മൊബൈലും കൊണ്ടുവന്നു, പിന്നെ ഒന്നുമില്ല. ഇപ്പൊ കുറച്ച് ഫയലും കൊണ്ടുവന്നേക്ക വെക്കവിടെ. മക്കാമുച്ചിരിക്കുകൾ ആരി കിട്ടുക? ഇവിടെ മുഅ്മിനീങ്ങളെ ചർച്ച എവിടെ നടക്കണേ? ഇതാ കീലലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ എന്ന് പറഞ്ഞിന് മക്കാമുച്ചിരിക്കുകളെ വാദം കൊണ്ട് ഞങ്ങളടുത്തേക്ക് വേണ്ട തബായിനുകുല്ലി തിരിഞ്ഞിട്ടില്ല. മൂപ്പരെ തോബരിന്റെ ഈ വാർത്ത കൊണ്ടുവന്നേക്ക. മൂപ്പരെ ഊതി അവർ നെട്ടിച്ചാട് വായിക്കുമ്പോ നമ്മളിത് കണ്ടക്കൂലെന്നാ, ഏതോ ഭൂലോകത്തുനിന്ന് തപ്പിയെടുത്ത് കൊണ്ടുവരാണ്. ഇല്ലാഹുമിനും അതൊക്കെ കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടോ പോലെ വന്നേക്കണേ. വെറുതെ വശമാ നിൽക്കണോ? ഈ തബായിനു കുല്ലിയായ ഈ ഈമാനും ചുരുക്കും. ഈമാൻ എന്താ ചങ്ങന്മാരെ? തസ്ദീഖും ബിൽ ഖൽബ്, ഹൃദയം കൊണ്ടുള്ള പരിപൂർണമായ അംഗീകാരം. പഠിച്ചോ, നിർവചനമൊക്കെ പഠിക്കണം. ഇതിങ്ങനെ ആ അമാനി മൗലവിന്റെ ഖുർആൻ പരിഭാഷന്റെ ഇട്ടാവട്ടത്തിൽ ഇങ്ങനെ മെമ്മറി കറങ്ങി അതൊന്നും കിട്ടൂല. ഇതൊക്കെ പഠിപ്പിക്കാനാ നിങ്ങളെ വിളിച്ചത്. ഞങ്ങളെ മുന്നിൽ വാ, മുത്തഅല്ലിമീങ്ങളായ ഞങ്ങളെ ഉസ്താദുമാര് പഠിപ്പിച്ചത് ഇരുത്തി പഠിപ്പിച്ചു തരാം. പിന്നെ ഈസാ നബി പറഞ്ഞത് തുമ്മ കട്ടൂൻ തുമ്മ അവിടെ ഉണ്ടായിക്കോട്ടെ, ഞാൻ എന്ത് കുന്താങ്ങളയിൽ ഉണ്ടാക്കാൻ എത്തിക്കണത്? ഇവിടെ ഈ ശിർക്ക്, നിങ്ങൾ പഠിപ്പിച്ച ശിർക്ക് ഇവിടെ വന്നോ വന്നില്ലൻ? നബിതങ്ങളുടെ ഖബറിന്റെ സമീപത്തേക്ക് വരികയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ആലിശ്ശേരിയും കൂട്ടും അപ്പുറത്ത്, ഇപ്പുറത്ത് അനീപ്പിന്റെയും ദത്താപ്പത് പരിപാടി. മൂപ്പര് നേരെ പോണേ റൗളാ ശരീഫിലേക്ക്. പറ്റൂലട്ടോ, ഇത് നമ്മക്ക് പറ്റുന്ന പരിപാടിയല്ല. ഹജ്ജിന് പോയാൽ പോലും നമ്മൾ പോക്കില്ല സ്ഥലത്തേക്ക്. പിന്നെ എങ്ങനെ ഈ പണി അനുവദിക്കാം? അതുകൊണ്ട് മൂപ്പരെ നമ്മൾ അധികം മെയിൻ ചെയ്യണ്ട. പോയിട്ട് ഒന്നുകൂടി ഇരിക്കുക, യാ മുഹമ്മദ്, യാ മുഹമ്മദ് എന്ന് വിളിക്കാണ്. വിളിച്ചാൽ ഉത്തരം ചെയ്യൂല എന്നല്ല പറഞ്ഞത്. ഇന്നക ലാ തുസ്മിഉൽ മൗത, ഓതി പഠിപ്പിച്ച മുത്തുനബി. ഇന്ന ശിർക ലദുൽമുൻ നദീം, ഈ ലോകത്തിന് ഓതി പഠിപ്പിച്ച മുത്തുനബി പറയുന്നു, ലൗജീബന്നഹു, ഞാനാ വിളിക്ക് ഉത്തരം ചെയ്യും. ശിർക്കാണോ അല്ലേ? പറയൂ മൗലവി, പറയൂ. എന്തെങ്കിലും ഏതായാലും നിങ്ങൾ ഇത്ര നേരം നടന്നതിന്റെ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ സാധനത്തിനെ കൊണ്ട് അല്ലേ നിങ്ങൾ വല്ലാത്തൊരു അല്ലാമയിട്ട് കൊണ്ട് ഇതിന്റെ കോലാണ് പത്. പിന്നെ മൂപ്പർക്ക് പാവം മക്കത്തെ മുസ്ലിങ്ങളെ പറഞ്ഞപ്പോ, അവരുടെ ഈമാനെ കുറിച്ച് പറഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞത് മുഅ്മിനീങ്ങളുടെ ചർച്ചയാണ്. അത് കൽബ് തട്ടാത്ത പോലെ അതും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ പറയേണ്ടതുണ്ടോ എന്നുള്ള രൂപത്തിലാ മൂപ്പരെ. സാധനം അറിയോ? അതാ കുർത്തുബിയാണ് കേട്ടോ. ഏട് വായിച്ചു, അത് വായിച്ചു, ഇത് വായിച്ചു അല്ലേ? നിങ്ങൾ എന്താ വിചാരിച്ചു? നിങ്ങളുടെ ഈ അഹങ്കാരം ഉണ്ടല്ലോ, നിങ്ങൾക്ക് മാത്രമേ കിതാബ് തിരിയെന്നുള്ള അഹങ്കാരം ഉണ്ടല്ലോ, അത് ഇവിടെ വേണ്ട കേട്ടോ. നിങ്ങൾക്ക് ഒഴിവുണ്ടെങ്കിൽ വന്നോളൂ, ഞാൻ കോഴിക്കോടാ കേട്ടോ. ചെറു സോതി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏത് കിതാബ് പഠിച്ചാൽ വന്നോ, ഓതിനെ തരാം. നിങ്ങൾക്ക് വലിയ ആനത്തലങ്ങൾ തോഫായിട്ട് വന്നോ കേട്ടോ. നിങ്ങൾ ആ ബേജാർ ഇവിടെ നിന്ന് ആ തട്ടിപ്പൊന്നും ഇവിടെ നടക്കൂല, മനസ്സിലായോ? അത് കേട്ടോ. എന്താ പറഞ്ഞത്? അത് കൽബ് തട്ടാതെ പറഞ്ഞാൽ അത്രേ. ആര്? മക്കത്തെ മുസ്ലിങ്ങളെ ഒരു കള്ളി വിശ്വാസം ഉണ്ടാകുന്നില്ല. റാജിയുടെ ഒരു ഉദ്ധരണി മാത്രം മതി നിങ്ങളെ പൊളിച്ചെടുക്കാൻ. റാജി പറഞ്ഞെന്തറിയോ? മക്കത്തെ മുസ്ലിങ്ങൾ അല്ലാഹ് എന്നവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ആ ലഫ്ള് അവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാത്ത ഒരാൾ കൊടുത്തിട്ടില്ല. ഇബ്രാഹിം നബി അള്ളാഹ് അവർ വിളിച്ചിട്ടില്ല. ഇസ്മായിൽ നബി അള്ളാഹ്. ഇവിടെ ശ്രദ്ധിക്കുക, വെറുതെ വർത്താനം പറഞ്ഞിട്ട് ഇതിന് മറുപടി പറയണം കേട്ടോ. അത് ഇവിടെ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുക. അല്ലാഹ് എന്നുള്ള ഇസ്മ മക്കത്തെ മുശ്രിക്കുകൾ അല്ലാത്ത ഒരാൾക്ക് മുഖം കൊടുത്തിട്ടില്ല. ഏതള്ളത്? പിന്നെ കൽബ് തട്ടാതെ പറഞ്ഞാൽ തരാം കേട്ടോ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അങ്കബൂത്തിലെ 63-ാമത്തെ ആയത്തിന്റെ വിശദീകരണം ഞാൻ വായിക്കുന്നത് കേട്ടോ. എന്താ ആയത്തിനറിയോ? വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅൻ
ഫഅഹ്യാ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹാ ലയഖൂലുന്നല്ലാഹ് ഖുൽ അൽഹംദുലില്ലാഹ്. എന്താ പറഞ്ഞ നബിയെ? അവരോട് ചോദിച്ചാൽ, എന്ത് ചോദിച്ചാൽ? ആകാശഭൂമികൾ ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഫഅഹ്യാ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹാ ലയഖൂലുന്നല്ലാഹ്, അള്ളയാണെന്ന് അവർ പറയും. അപ്പൊ റസൂലുള്ളാഹി അള്ളാഹ് പറയാണ് നബിയെ ഖുൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറയൂ നബിയെ. റസൂലുള്ളാഹിനെ മൊയന്താക്കിയത് അള്ളാഹ്. വേറെ ഭാഷയെ പറഞ്ഞാലേ റസൂലുള്ളാഹിനെ മൊയന്താക്കിയത് ഓലെ കൽബറിയാത്ത അള്ളാഹ്. ആരുടെ? മക്കത്തെ മുശ്രിക്കുകളുടെ കൽബറിയാത്ത അള്ളാഹ്. നിങ്ങളെ വിശ്വാസം എവിടെ സഹോദരാ? നിങ്ങൾ ഏത് മുഅ്മിനീങ്ങളാ? അബൂജഹലിന്റെ പിൻഗാമിയുള്ള മുഅ്മിനോ? അങ്ങനത്തെ ഒരു മുഅ്മിൻ ഇസ്ലാമിലില്ല കേട്ടോ. റസൂലുള്ളാഹിനെ മൊയന്താക്കിയത് അള്ളാഹ്. അൽഹംദുലില്ലാഹ് എന്ന് പറയൂ നബി. എന്തിനാ അൽഹംദുലില്ലാഹ് പറയാൻ പറഞ്ഞത്? എന്തിനാ അൽഹംദുലില്ലാഹ് പറയാൻ പറഞ്ഞത്? ആകാശഭൂമികളെ പടച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അല്ലാഹുവാണെന്ന് അവർ മറുപടി പറയും. പറയൂ നബിയേന്ന്. അതാണോ ഫഇദാ അഖറർതും ബിദാലിക ഫലിമ തുശ്രികൂന ബിഹി. ആരാ പറയുന്നത്? ഖുർത്തുബിയാ പറഞ്ഞത്. ഫഇദാ അഖറർതും, നിങ്ങളത് അംഗീകരിച്ചിട്ട് ബിദാലിക ഫലിമ തുശ്രികൂന ബിഹി, പിന്നെന്തിനാ അള്ളാഹ് നിങ്ങൾ ശിർക്ക് ചെയ്യുന്നത്? എന്താ പറഞ്ഞത് ശിർക്ക് എന്നറിയോ? അതും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ എന്താ പറഞ്ഞത്? ഓല അള്ളാഹിനെ വിട്ട് വേറെ വിളിച്ചു, അള്ളാഹിനെ വിളിച്ചിട്ടില്ല അല്ലേ? എന്താ അദ്ദേഹം പറഞ്ഞത്? ഫൈദാ റകിബു ഫിൽ ഫുൽകി ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന് പറയുന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഖുർത്തുബി പറയുന്നു അയ്യദഊന മഅഹു ഗൈറഹു, അള്ളാഹുവിന്റെ കൂടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു. കേട്ടോ ശരിക്കും ശ്രദ്ധിച്ചോ. അള്ളാഹുവിന്റെ കൂടെ അള്ളാഹിനെ വിട്ടിട്ടല്ല. നിങ്ങൾ പറയുമ്പോൾ തന്നെ അള്ളാഹ് പഠിച്ചവനെ ബദരികളെ മുത്തനബിയെ കാക്കനെ പറയില്ലേ നിങ്ങള്? ഇതുപോലെ തന്നെ അള്ളാഹുവിന്റെ കൂടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു. അതാണ് അവർ ചെയ്ത ശിർക്ക് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. അവര് ഫൈദാ റകിബു ഫിൽ ഫുൽകി ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കപ്പൽ കയറി സഞ്ചരിക്കുന്ന സമയത്ത് കപ്പൽ മുങ്ങാൻ പോകുന്ന ഭയപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിനെ നിഷ്കളങ്കമായിട്ട് വിളിക്കും. മനസ്സ് തട്ടാതല്ല. മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന് പറഞ്ഞാൽ സർവ്വ കീഴ്വണക്കും അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ട് അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ഐ സ്വാദിഖീന ഫീ നിയ്യാതിഹിം. വായിച്ചപ്പോൾ അർത്ഥം പറഞ്ഞു കൊടുക്കുക. നിങ്ങളെ കിതാബ് എന്ന് പറഞ്ഞ് പേടിപ്പിച്ചത് അവിടെ കേട്ടോ. ഖുർത്തുബി ഞാൻ വായിക്കുന്നത് ഐ സ്വാദിഖീന ഫീ നിയ്യാതിഹിം വതറകു ഇബാദത്തുൽ അസ്നാമി വദുആഹാ. എനിക്ക് വായിച്ച അർത്ഥം പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ കിതാബ് കണ്ടി പേടിപ്പിക്കുക അവിടെ അല്ലേ? അതുകൊണ്ട് ഇല്ല മുസ്ലിയാരെ, അതൊന്നും ഇവിടെ വരെ പോകൂല. ഇതേപോലെ തന്നെ മഹാനായ ഇമാം ഇബ്നു ജരീർ തുബരി അവിടുത്തെ തഫ്സീർ തുബരിയിൽ കൃത്യമായിട്ട് ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. മക്കത്തെ മുശ്രിക്കുകൾ ആ ബൽഘട്ടങ്ങളിൽ അള്ളാഹുവിനെ